മടപ്പള്ളിയിൽ ബസ്സുകൾ സർവീസ് റോഡിലൂടെ പോകാത്തത് ചോദ്യം ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകന് ബസ് തട്ടി പരിക്ക്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം മൃദുലിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ് വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. മടപ്പള്ളി നാദാപുരം റോഡിലെ സർവീസ് റോഡിലൂടെ സർവീസ് നടത്താതെ വിദ്യാർത്ഥികളെയും നൂറുകണക്കിന് യാത്രക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന ബസ്സുകളുടെ നടപടിക്കെതിരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡിവൈഎഫ്ഐ ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നടന്നു വരികയായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ മടപ്പള്ളി സ്കൂളിലെയും മടപ്പള്ളി കോളേജിലെയും വിദ്യാർത്ഥികളെ ബസ് കയറാൻ സഹായിക്കുന്നതിനിടെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് അംഗമായ മൃദുലാലിനെ ബസ് തട്ടി പരിക്കേൽപ്പിച്ചത്. മൃദുലിനെ ബസ്സിടിച്ച ശേഷം ഡ്രൈവറും കണ്ടക്ടറും സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പരുക്കേറ്റ മൃദുൽ വടകര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൃദുലിനെ ഇടിച്ച DTS ക്ലാസിക് ബസ് ജീവനക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. തുടർ ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് കണ്ണൂർ റൂട്ടിലോടുന്ന DTS ക്ലാസിക് എന്ന ബസ് ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഡിവൈഎഫ്ഐയുടെ ഒഞ്ചിയം മേഖലാ സെക്രട്ടറിയും ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റി അംഗമായ സഖാവ് MK മൃദുലിനെ ഇടിച്ചിടുന്ന സ്ഥിതി ഉണ്ടായത്. ഡിവൈഎഫ്ഐ വലിയ പ്രക്ഷോഭമാണ് ഇതിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ബസ് അധികാരികളുടെ ഈ തമ്മാടിനെതിരെ ബഹുജനങ്ങൾ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭത്തിനാണ് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. നാദാ റോഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ബസ് നിർത്തി വിദ്യാർത്ഥികളെ കയറ്റാത്ത എല്ലാ ബസ്സിനെയും തടഞ്ഞുകൊണ്ട് വരും ദിവസം വലിയ പ്രക്ഷോഭത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. സഖാവ് മൃദുലിനെതിരെയുള്ള വധിക്കാൻ ഉദ്ദേശത്തോടുകൂടി നടത്തിയ പ്രവർത്തനത്തിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് മാത്രമാണ് ഡിവൈഎഫ്ഐ ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.